പ്രധാനപ്പെട്ട സാന്നിധ്യമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഏറ്റവും നല്ല ഭക്തനാണ് പിണറായി വിജയൻ എന്നാണ്. അത് ആ അഭിപ്രായത്തോട് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ആകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് അതിന് ഞാനെന്ത് വേണം? പിണറായി വിജയൻ എല്ലാവർക്കും അറിയതല്ലേ. നിങ്ങൾ നിഗമനത്തിലെത്തൂ. ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു, അത് അദ്ദേഹത്തിൻ്റെ ചിന്തക്കും അദ്ദേഹത്തിൻ്റെ ആലോചനക്കും അനുസരിച്ച് അദ്ദേഹം പറയുന്നു. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ പറയാനേ പാടില്ല, വായ മൂടിക്കെട്ടാൻ പറ്റും എനിക്ക്. നിങ്ങളതിന് പിണറായി വിജയൻ ആരാണെന്ന് അറിയുന്നവരല്ലേ കേരള സമൂഹം. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം അറിയാം, പിണറായി വിജയനെയും അറിയാം, എല്ലാവരെയും അറിയാം. അതനുസരിച്ചുള്ള പ്രതികരണമേ ഉണ്ടാവും. മറ്റൊരു വിഷയം കൂടി ചോദിച്ചോട്ടെ. ഈ AK സെന്ററുമായി ബന്ധപ്പെട്ടൊരു ഭൂമി തർക്കം നേരത്തെ മുതൽ നിൽക്കുന്ന ഒരു കോടതിയിലുള്ള വിഷയമാണ്. അക്കാര്യത്തിൽ ഇന്ന് പുറത്തു വന്നൊരു വാർത്ത, GSSC ശാസ്ത്രജ്ഞയായിട്ടുള്ള ഇന്ദു ഗോപൻ നൽകിയൊരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അത് കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ തർക്കഭൂമിയാണ് എന്ന് അറിയിച്ചിരുന്നു രേഖാമൂലം എന്നുള്ള കത്താണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നേരത്തെ നേതാക്കൾക്ക് അറിയുന്ന കാര്യമായിരുന്നു, ഇത് തർക്കഭൂമിയാണ്. അല്ല, അതെന്താണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് കൂടുതൽ മനസ്സിലാക്കിയാലേ എനിക്ക് പറയാൻ പറ്റും. അത് എല്ലാ ഡോക്യുമെൻറ്റ്സും പരിശോധിച്ച് നിയമപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് AKG സെൻ്റർ പാർട്ടി ആ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ഭൂമി വാങ്ങുമോ? എന്തെങ്കിലും തർക്കമുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാങ്ങുമോ? പാർട്ടി എല്ലാ നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരുടെയൊക്കെ ഉപദേശം തേടിയിട്ടാണ്, എല്ലാ ഡോക്യുമെൻറ്റ്സും പരിശോധിച്ചിട്ടാണ്, ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ടാണ്. ഞങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കില്ല, തെറ്റായ ഒരു നടപടി സ്വീകരിക്കില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. ഞങ്ങളെക്കുറിച്ച് തെറ്റാണെന്ന് ലെവലേസ് ചെറിയൊരു അംശമെങ്കിലുണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോകില്ല. പിന്നെ ഇതെല്ലാം വാർത്തയുണ്ടാക്കാൻ നടക്കുന്നവർക്കൊക്കെ ഒരു 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 പൂരമായിരിക്കും. നടത്തട്ടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി കയറേണ്ടതല്ലോ. അല്ല, എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ. നിങ്ങൾ കോടതി കയറാൻ അധികം ഇടിക്കും പോകണോ? നമ്മളൊരു പുതിയ നടത്തിയിട്ട് മറ്റന്നാൾ കോടതി പോകാൻ പോകില്ലേ? അതാ കോടതി. മറ്റെന്തെങ്കിലും ലക്ഷ്യമുള്ളതായിട്ടാണോ? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? ശരി, കാണാം.